നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖാമന ഹെയർ കെയർ സെൻ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ തൊണ്ടയിൽ കിച്ച് കിച്ച് കുറവുണ്ട്, പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെറ്റില നീരും പിന്നെ പനിക്കുറുക്കയുടെ ഇലയാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ പനിക്കുറുക്കയുടെ ഇല, അത് മാത്രം ഇപ്പോൾ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇത് തന്നെത്താനെ ഇതിന് നീര് ചെല്ലുമ്പോൾ നമുക്ക് നല്ല സുഖം കിട്ടും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയാം കേട്ടോ, ശീലമില്ലാത്തവർ, ഈ പനിക്കുറുക്കയുടെ ഇലയും വെറ്റിലയും ശീലമില്ലാത്തവർ വെറുതെ വായിലിട്ട് ചവച്ച് നീരിറക്കുകയാണെങ്കിൽ ചിലപ്പോൾ തൊലി പോകും കേട്ടോ. വായിലെ തൊലി പോകാൻ ചാൻസ് ഉണ്ട്. എനിക്കിത് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് ഇടിച്ച് ഇതിന് നീരെടുക്കാം. ഈ വെറ്റിലയുടെ നീരും പനിക്കുറുക്കയുടെ നീരും കൂടിയും വേണമെങ്കിൽ തുളസി ഇലയും കൂടി ചേർക്കാം. നീരെടുത്തിട്ട് അതിലേക്ക് ഒരു കപകേതു അല്ലെങ്കിൽ ലക്ഷ്മി വിലാസ് രസ് ഗുളിക ചേർത്ത് അരച്ച് നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. രാവിലെയും കഴിക്കാം, വൈകുന്നേരവും കഴിക്കാം. അപ്പോൾ ഈ തൊണ്ടയിലെ കിച്ച് കിച്ച് മാറും കേട്ടോ. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത കാരണം ഞാൻ ഇതുപോലെ പനിക്കുറുക്കയുടെ ഇല എടുത്തിട്ട് കഴുകി കഴിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വായിലിടും, നല്ലതാണ് കേട്ടോ. പിന്നെ ഇതുള്ളപ്പോഴാണ് ഞാൻ ആ ഉലുവ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തേച്ച് കാണിച്ചത് കേട്ടോ. കിച്ച് കിച്ചുള്ളതാണ്. മുടിയുടെ കാര്യത്തിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. എന്തൊക്കെ അസുഖമാണ്, പനിയാണെങ്കിൽ പോലും പാക്ക് തേച്ച് കാണിക്കേണ്ടി വന്ന് തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരും കേട്ടോ. ഇന്നലെ രാത്രിയാണ് ഇത് തേച്ച് ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ വാഷ് ചെയ്ത് കളയാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മുടിയുടെ കാര്യത്തിൽ ഒരു എക്സ്ക്യൂസും ഇല്ല എനിക്ക്. ഞാൻ എന്ത് വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങളെ കാണിച്ചു തരും. കാരണം എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, എല്ലാവർക്കും മുടി വേണം, എല്ലാവരുടെയും മുടി വളരണം, മുടി നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കണം. അങ്ങനെ ഒറ്റ നിർബന്ധം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും കാണിക്കാൻ തയ്യാറാണ് കേട്ടോ. പാക്ക് ഒക്കെ ഇട്ടിട്ട് ഏത് വയ്യായികയിലും ഞാൻ തേക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഉലുവ തേച്ചപ്പോൾ ജെല്ല് രൂപേണ കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ തലേ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഞ്ഞിവെള്ളത്തിൽ ഞാൻ ഉലുവ ഇട്ടിട്ട് കുതിർത്തി പിറ്റേ ദിവസം തേക്കുന്നതാണ് പറഞ്ഞത്. പക്ഷെ പിറ്റേ ദിവസം എനിക്ക് തേക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിരുന്നു. അത് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ തേച്ചത്. അപ്പോൾ അങ്ങനെ തന്നെ വെച്ച് വരുമ്പോൾ ഈ കഞ്ഞിവെള്ളം കുറുകിയിരിക്കും, നമ്മുടെ ഈ ഉലുവയും വീർത്തിരിക്കും. അപ്പം നല്ല എഫക്റ്റ് ആട്ടോ. ഈ ഉലുവയുടെ എല്ലാം നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ അലിഞ്ഞു ചേരും. വേണ്ട പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഹെയർ ഗ്രോത്തിന് ഉത്തമമാണ്. അതുപോലെ മുടി കൊഴിച്ചിലും നല്ലതാണ്. അത് അങ്ങനെ 2 ദിവസം വയ്ക്കുമ്പോഴാണ് ഇങ്ങനെ കുറുകി വരുന്നത്. അത് പിഴിഞ്ഞെടുത്തതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് കേട്ടോ. നല്ല കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും, ജെല്ല് പോലെ ഇരിക്കും. മുടിയിൽ തേക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി വരുന്നില്ല കേട്ടോ. ഞാൻ പിറ്റേ ദിവസം തേക്കാൻ വേണ്ടിയാണ് എടുത്ത് വെച്ചത്, പക്ഷെ തേക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നത്തെ ദിവസമാണ് ഞാനത് തേച്ചത് കേട്ടോ. പിന്നെ ഈ മുടി റൂട്ട് കറക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ചാൻസസ് ഉണ്ട്. കാരണം നമ്മൾ ഈ ആംല, അതുപോലെ മൈലാഞ്ചി, ഇങ്ങനെ പിന്നെ പാക്ക്, നീലാമരി, ഇതെല്ലാം മുടിക്ക് ബ്ലാക്ക് വരാനാണ്. അപ്പോൾ ഈ ഫോളിക്കിൾസിൽ മെലാനിൻ എന്ന് പറഞ്ഞ സംഭവമാണ് നമുക്ക് കളർ തരുന്നത്. അപ്പോൾ കളർ തരുമ്പോൾ നമ്മൾ മുടിക്ക് വേണ്ട ഇത് അപ്ലൈ ചെയ്യാം. പിന്നെ B12, വിറ്റാമിൻ B12, പ്രോട്ടീൻ, അതുപോലെ ന്യൂട്രീഷൻ ഫുഡ്സ്, ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് ഇതെല്ലാം അകത്തേക്കും പുറത്തേക്കും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലാക്ക് ഹെയർ, റൂട്ടീന് ബ്ലാക്ക് ഹെയർ വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അത് ചിലവരുടെ ജെനറ്റിക്സ് ആയിരിക്കാം, ചിലത് നമ്മളുടെ ഹെയറിൻ്റെ സ്റ്റൈൽ അനുസരിച്ചായിരിക്കാം കേട്ടോ. അങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ തേച്ചോളൂ എന്തായാലും. നിങ്ങൾ അതുപോലെ സ്കാൽപ്പിനെ ഹെൽത്തി ആക്കും. അപ്പോൾ നിങ്ങൾ ഇത് പുറമേ ഉള്ളതും തേക്കുക, അകത്തേക്കുള്ളതും ജ്യൂസ് ആയിട്ടും ഫ്രൂട്ട്സ് ആയിട്ടും വെജിറ്റബിൾസ് ആയിട്ടൊക്കെ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇതെല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരും കേട്ടോ. അപ്പം നമ്മൾ ഒരു ദിവസം 2 ദിവസം കൊണ്ട് ഇത് വരില്ല. നമ്മൾ നിരന്തരം ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. മറ്റേ പാക്ക് ചെയ്തിട്ട് റിസൾട്ട് വന്നു തുടങ്ങി പകുതി കുറച്ച് കറുപ്പും കുറച്ച് ബ്രൗണും അല്ലേ, റെഡ് എന്ന് പറഞ്ഞു. അത് പിന്നെ വീണ്ടും ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് പാക്ക് തന്നെ ഉപയോഗിച്ചോളൂ. ഫസ്റ്റ് പാക്ക് ഉപയോഗിച്ച് പിന്നെ സെക്കൻഡ് പാക്ക് ഉപയോഗിച്ചോളൂ. ചിലവരുടെ മുടി വളരെ സെൻസിറ്റീവ് ആയിരിക്കും.
അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫസ്റ്റ് പാക്ക് തേക്കുമ്പോൾ തന്നെ നമുക്ക് കളർ കിട്ടും. ഈ കളർ കിട്ടി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒലിവ് ഓയിൽ തേച്ചോളൂ. ഒലിവ് ഓയിൽ തേക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. ആ ബ്ലാക്ക് അന്ന് ഞാൻ തേച്ച ഒലിവ് ഓയിലാണ് കേട്ടോ. ഒലിവ് ഓയിലിൻ്റെ കളറാണിത്. നമ്മൾ ആയുർവേദ ഡൈ തേച്ചല്ലോ ഞാൻ ബീട്രൂട്ടിൻ്റെ. അത് തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ ഒലിവ് ഓയിൽ തേച്ചല്ലോ അലോവേറയിൽ വെച്ചിട്ട്. അപ്പോൾ ഇല്ല നല്ല ഒരുപാട് നല്ല ബ്ലാക്ക് നമുക്ക് തോന്നിക്കും കേട്ടോ. അത് പെട്ടെന്ന് തോന്നുമില്ല, നല്ല ബ്ലാക്ക് ഹെയർ ആയിട്ട് വരും. അപ്പോൾ ഒലിവ് ഓയിലും അലോവേറ ജെല്ലും എല്ലാം ഉപയോഗിച്ചുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ അതുപോലെ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചു, അതായത് വീട് വിട്ട് താമസിക്കുന്നവർ, ഹോസ്റ്റല് അതുപോലെ പുറമെ ഓഫീസ് ആവശ്യത്തിനൊക്കെ ആയിട്ട് താമസിക്കുന്നവർക്കൊക്കെ ഇത് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ ബീട്രൂട്ട് ജ്യൂസ് എടുത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. ബീട്രൂട്ട് മേടിക്കുക, അത് മിക്സിയിൽ അടിക്കുക, അരിച്ചെടുക്കുക, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടി നമുക്ക് ആയുർവേദ ഡൈ തേക്കണമെന്നുണ്ട്. അതിനെന്താണ് ഒരു പോംവഴി എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അതിനുള്ള പോംവഴി, നിങ്ങൾ ബീട്രൂട്ട് ഇല്ലാതെ നിങ്ങൾക്ക് തേയില വെള്ളത്തിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ തേയില വെള്ളത്തിൽ ചെയ്യുന്ന നമ്മുടെ ആയുർവേദ ഡൈ ഞാൻ ഫസ്റ്റ് പാക്കും സെക്കൻഡ് പാക്കും ഞാൻ ഇട്ട് അപ്ലൈ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാക്കും അപ്ലൈ ചെയ്യും, അത് വാഷ് ചെയ്തിട്ട് സെക്കൻഡ് പാക്കും അപ്ലൈ ചെയ്യും, എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരും. അപ്പോൾ പാർട്ട് നമ്പർ 2 ആയുർവേദ ഡയറ്റായിട്ട് എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ബീട്രൂട്ട് ചേർക്കാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മുടിക്ക് തിക്നെസ് കിട്ടാൻ, മുടിക്ക് പ്രോട്ടീൻ കിട്ടാൻ, ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ടും അതുപോലെ ഹെയർ ലോസ് ആവാതിരിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഈ ബീട്രൂട്ട് ഞാൻ പറയുന്നത്. ബീട്രൂട്ട് നമുക്ക് അകത്തും കഴിക്കാം, അതുപോലെ അപ്ലൈ ചെയ്താൽ നല്ല റിസൾട്ടാണ്, ഗുഡ് റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ വന്ന് സ്വയം ഞാൻ തേച്ച് കാണിച്ചു തരും കേട്ടോ. ഫസ്റ്റ് പാക്കും സെക്കൻഡ് പാക്കും കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇങ്ങനെ ജ്യൂസൊക്കെ എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്, അവർ പറയുന്നത് ശരിയാണ് കേട്ടോ. ജ്യൂസ് എടുത്ത് ചെയ്യാൻ വിഷമമുണ്ട്, അപ്പോൾ ഞങ്ങൾക്കായിട്ട് എന്തെങ്കിലും ഒരു ആയുർവേദ ഡൈ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു, ജ്യൂസ് ഇല്ലാതെ. അപ്പോൾ തീർച്ചയായിട്ടും ഇനി എൻ്റെ അടുത്ത വീഡിയോ, അടുത്ത മീൻസ് 2 ദിവസത്തിനുള്ളിൽ ഞാനത് കാണിച്ചു തരാം കേട്ടോ. 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഹെയർ ഡൈ, ആയുർവേദ ഹെയർ ഡൈ പാർട്ട് നമ്പർ 2 നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യാം കേട്ടോ, എല്ലാവരും കാത്തിരിക്കും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് ആയുർവേദ ഡൈ ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാൻ പറ്റും. നല്ല റിസൾട്ടാണ്, എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ബേബി ഹെയർ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. നമ്മുടെ നെറ്റിലെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു മുടി കാണാൻ പറ്റും. അതുപോലെ ഞാൻ പറയാറുള്ള പോലെ ഇങ്ങനെ നമ്മുടെ സ്കാൽപ്പിൽ നോക്കിയാലും അറിയാൻ പറ്റും കേട്ടോ. പോകുന്ന മുടി പൊക്കോട്ടെ, അത് വിഷമിക്കണ്ട കേട്ടോ. പുതിയ പുതിയ മുടി വന്നുകൊണ്ടിരിക്കും, പഴകിയതെല്ലാം പൊക്കോട്ടെ, പഴയ സാധനമെല്ലാം പൊക്കോട്ടെ, പുതിയത് വന്നുകൊണ്ടിരിക്കും കേട്ടോ. എല്ലാവർക്കും സങ്കടമാണ് മുടി പോകണമെന്ന്. അത് എല്ലാത്തിനും പരിഹാരമുണ്ട്. മുടി പോകണമെങ്കിൽ പൊക്കോട്ടെ, മുടി ഗ്രേ കളർ ആവണമെങ്കിൽ ആയിക്കോട്ടെ, ബ്രൗൺ ആണെങ്കിൽ ആയിക്കോട്ടെ, ഇതിനെല്ലാം നമുക്ക് പരിഹാരമുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എത്ര പ്രാവശ്യം വേണമെങ്കിലും ഞാൻ കാണിച്ചു തരാൻ തയ്യാറാണ് കേട്ടോ. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരാം മുടിയെക്കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ല